അർജന്റീന ഡിഗിലെ കപ്പ് മുഖ്യം 26 മെസ്സി കപ്പ് തൂക്കി അതിന് തുടക്കമാണ് 3 ഗോള്. ഐ ആം വെയിറ്റിംഗ്. മർഡോണനെ പോലെ കണ്ടിട്ടില്ല, പെലേനെ പോലെ കണ്ടിട്ടില്ല. എല്ലാ കപ്പും എന്റെ മെസ്സി എടുത്തിട്ടുണ്ട്. മെസ്സി കപ്പ് അടിക്കും രാജാവേ. ആഹ്ലാദപ്രദം നമ്മളെ 3 ഗോള്. മെസ്സിയുടെ കാല്. ഫുട്ബോൾ ഭ്രാന്തന്മാർ കേരളത്തിലുണ്ട്, ചങ്കച്ചുള്ളലുണ്ട്. കേരള ബ്ലാക്കേഴ്സിന് വേണ്ടി ഇപ്പൊ ഇടയ്ക്ക് ഇറങ്ങി കളിച്ച് ഒരു ഗോൾ ഇട്ടത് ഇദ്ദേഹത്തിന്റെ മോനാണ്. നമസ്കാരം. അൾജീരിയക്കെതിരെ മെസ്സി അടിച്ച 3 അത്ഭുത ഗോളുകൾ, എൻ്റെ അമ്മോ എമ്മാതിരി ഗോളുകളായിരുന്നു അല്ലേ അത്. എന്തായാലും ദൈവം മണ്ണിൽ വന്നിറങ്ങി അടിച്ച 1.5 ഗോളുകളായിരുന്നു അത്. അർജന്റീനയുടെ ആരാധകരെ സംബന്ധിച്ച് ഏറെ ആഹ്ലാദം നൽകുന്ന ഒരു നിമിഷമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ തലസ്ഥാനത്തും വലിയ ആവേശ പ്രകടനമാണ് അർജന്റീനയുടെ ആരാധകർ പങ്കുവയ്ക്കുന്നത്. ലോകത്തുള്ള അർജന്റീനയുടെ ആരാധകരെ സംബന്ധിച്ചും അവർ വലിയ ആവേശത്തിലാണ്, ആഹ്ലാദത്തിലാണ്. തലസ്ഥാനത്ത് നല്ല മഴ പെയ്യുകയാണ്. ഈ മഴയത്തും വലിയ ആവേശവും ആഹ്ലാദവും എല്ലാം തന്നെയാണ് അർജന്റീനയുടെ ആരാധകർ പങ്കുവയ്ക്കുന്നത്. ഈ നല്ല മഴയത്തും അർജന്റീനയുടെ ആരാധകർ ഈ മഴയിലൂടെ അർജന്റീനയുടെ കൊടി പിടിച്ചുകൊണ്ട് ഈ നടു റോഡിലൂടെ ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്. നമ്മളിപ്പോൾ ഒരു വാർത്ത എടുക്കാൻ ഇവിടെ നിന്നപ്പോഴാണ് 2 ആൾക്കാർ അർജന്റീനയുടെ കൊടി ഇങ്ങനെ വീശിക്കൊണ്ട് ഈ നല്ല മഴയത്ത് ഇങ്ങനെ നടക്കുന്നത് കണ്ടത്. ചെങ്കൽ കോളനിയിലെ മണിച്ചേട്ടനും ദിലീപേട്ടനുമാണ് ഇത്തരത്തിൽ വലിയ ആവേശത്തിൽ ഈ റോഡിലൂടെ നടക്കുന്നത് കണ്ടത്. എന്തായാലും ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം, അതിനുശേഷം അവർ നമ്മളോട് പ്രതികരിക്കും. തീർച്ചയായിട്ടും ഇന്ന് രാവിലെ 6:30 മെസ്സി ഹാർട്ടിക്ക് അടിച്ചെങ്കിൽ സന്തോഷം ഞങ്ങൾക്കാണ്. വേറെ ഒന്നല്ല, മെസ്സി എല്ലാരും ഉറ്റു നോക്കിയത് നെയ്മർ, ക്രിസ്ത്യാനോ. മെസ്സി എന്താണെന്ന് മെസ്സി അറിയാം. ഹാർട്ടിക്ക് അടിച്ച് ഇനി കപ്പും കൊണ്ടേ പോവുള്ളൂ. ഈ കപ്പ് നമ്മൾ തൂക്കി, തീർച്ചയായിട്ടും തൂക്കി, ഉറപ്പാണ്. മെസ്സി എടുത്തെങ്കില ഒരു കപ്പ് എടുത്ത് നിൽക്കുകയാണ് 2022. ഈ 26 മെസ്സി കപ്പ് തൂക്കി അതിന് തുടക്കമാണ് 3 ഗോള്. ഐ ആം വെയിറ്റിംഗ്. ഡിഗിലെ കപ്പ് മുഖ്യം. മെസ്സി കപ്പ് അടിക്കും രാജാവേ. രാജാവിന്റെ കാലുകൾ ഓടും. മഴയത്താണല്ലോ ആഹ്ലാദപ്രദം നമ്മളെ 3 ഗോള്. മെസ്സിയുടെ കാല് കഥ എഴുതി. മെസ്സിയുടെ കാല് കഥ എഴുതി. ഇതൊരു തുടക്കം. ഇനി പറഞ്ഞ ഓസ്ട്രിയ, അൾജീരിയ ഇന്ന് 3 ഗോളിന്. ഇനി അടുത്ത ഓസ്ട്രിയ, ജോർദാൻ. അവർ ഇതേപോലെ 3 ഗോള് മെസ്സി അടിച്ചു കൊടുക്കും. പിന്നെ പറഞ്ഞ നോക്കൌട്ട് കളിയിൽ മെസ്സി മാത്രം മതി. അങ്ങനെ ഗോൾ അടിക്കണ്ട, അസിസ്റ്റ് കൊടുക്കും, ഗോൾ അടിപ്പിക്കും. അത് മതി. അത് തന്നെ വേൾഡ് കപ്പ് കഴിഞ്ഞ വർഷം നമ്മളെ തോപ്പിച്ച ഫ്രാൻസിനെ, ക്രൊയേഷ്യനെ, ജർമ്മനിനെ തോപ്പിച്ചാണ് കഴിഞ്ഞ വർഷം എടുത്തത്. ഇനി ഇവിടെ തോപ്പിക്കാൻ ആരുമില്ല. മെസ്സി ചുമ്മാ അസിസ്റ്റ് കൊടുത്തോണ്ടിരിക്കും, ഗോൾ അടിച്ചോണ്ടിരിക്കും. പിള്ളേരെ ഉണ്ട്, ചായ കുടിക്കും, ചായ കുടിപ്പിക്കും നമ്മൾ. ഐ ആം വെയിറ്റിംഗ്. ഡിഗിലെ കപ്പ് മുഖ്യം. ആഹ്ലാദ പ്രകടനമാണ് ഇതിങ്ങനെ മഴയത്ത് ഇങ്ങനെ നടക്കുക. ഇത് മെസ്സിക്ക് വേണ്ടി തന്നെ, അർജന്റീനയ്ക്ക് വേണ്ടി. മെസ്സിയുടെ കാര്യം 3 ഗോള്, അതിന്റെ ഭ്രാന്തി തന്നെ നമ്മളെ നടക്കണത്. ഇംഗ്ലണ്ടിൽ മാത്രം ഭ്രാന്തില്ല, ഫുട്ബോൾ ഭ്രാന്തന്മാർ കേരളത്തിലുണ്ട്, ചങ്കച്ചുള്ളലുണ്ട്. ഫുട്ബോൾ ക്രൈസ്. ഓക്കെ. പേര് ദിലീപ്. അർജന്റീന മർഡോണ എന്റെ ദൈവത്തിന്റെ ആളാണ് ഞങ്ങള്. പിന്നെ ആ ദൈവം നമ്മളൊരു ആളെ, ഒരു ചെറിയൊരു മനുഷ്യനെ വിട്ട് ഭൂമിയിലേക്ക്, നീ ആ ഭൂമി കൊണ്ട് നിന്റെ കാലിൽ എന്തിനു കളിക്കാൻ പറ്റുമോ നീ അത് കളിച്ച് വായത. അതുകൊണ്ട് എൻ്റെ മെസ്സി കൊച്ചു മുതൽ ഈ നിമിഷം വരെ എടുക്കാനുള്ള എല്ലാ കപ്പും അദ്ദേഹത്തിൻ്റെ കഴിവുണ്ട്, അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ലോകത്തിൽ ഞങ്ങൾ ഒരുത്തരെ കണ്ടിട്ടില്ല. അതേപോലെ ഈ ലോകത്തിൽ മർഡോണനെ പോലെ കണ്ടിട്ടില്ല, പെലേനെ പോലെ കണ്ടിട്ടില്ല. എല്ലാ കപ്പും എൻ്റെ മെസ്സി എടുത്തിട്ടുണ്ട്. അമേരിക്കയിലും പോയി, അവിടെയും ഫൈനലിൽ കയറി, അവിടെയും കപ്പ് എടുത്തു കൊടുത്തു. ഇപ്പൊ അടുത്ത വേൾഡ് കപ്പ്, ഇപ്പം നാലാമത്തെ വേൾഡ് കപ്പാണ്. ഇതോടെ ലാസ്റ്റ് അത് ആ ലാസ്റ്റത്തെ സീനാണ് കാണിച്ചു തരുന്ന. 3 ഗോളും ഞങ്ങൾക്ക് ആരാധകർക്ക് കാണിച്ചു തരുന്നത്. തീർച്ചയായിട്ടും എല്ലാ ലെഫ്റ്റ് ഹാൻഡർ, എല്ലാ ഇടത് കാല്, എല്ലാ ലെഫ്റ്റ് ഹാൻഡറിലെ ഗോളാണ്. കഴിഞ്ഞ പ്രാവശ്യം നൈജീരിയക്കെതിരെ റൈറ്റ് കാണിച്ചു കൊടുത്തു. മെസ്സി വലത് റൈറ്റ് കൊണ്ട് ഗോൾ ഇടുന്ന അതും കാണിച്ചു കൊടുത്തു നൈജീരിയക്ക്. ഇന്നത്തെ ഗോള് മൊത്തം ലെഫ്റ്റ്, എല്ലാ ലെഫ്റ്റ് ഹാൻഡ്. ഫുട്ബോൾ കളിക്കാരനാണ് ഞാൻ, ഫുട്ബോൾ ക്രൈസാണ്.
അതുകൊണ്ട് മെസ്സിയുടെ ലെഫ്റ്റ് എന്നാ ഇനി അടുത്ത പറഞ്ഞ റൈറ്റിലെ ഗോളുണ്ട്. ജോർദാനെതിരെ ഉണ്ട്, ഓസ്ട്രിയക്കെതിരെ ഉണ്ട്. നിങ്ങളുടെ പേര് പറഞ്ഞില്ല. എൻ്റെ പേര് മണിക്കുട്ടായി. അത്രേ ഉള്ളൂ. ഇങ്ങനെ നടക്കാൻ തന്നെയാണ് തീരുമാനം. തീർച്ചയായിട്ടും ഇത് വൈകിട്ട് നമ്മളൊരു പായസം വെക്കും. നമ്മുടെ കോളനി ഇരുന്നാലും ഒരു പായസം വെക്കും. ഹാർട്രിക്കിന്റെ കരിമണം ചെങ്കച്ചുള്ള കോളനി. ഓ, രാജാജി നഗർ ചെങ്കച്ചുള്ള കോളനി. ആ, മൂന്ന് ഗോളിന് ഇന്ന് മെസ്സിര എല്ലാവരും ഫ്ലെക്സും വെക്കും. നമ്മളവിടെ പായസം വെക്കും. വലിയ ആവേശത്തിലാണ്. തീർച്ചയായിട്ടും ഇനി പറയാൻ 2 കളി ആവശ്യമാണ്. 2 കളി ഉണ്ടാ ഗ്രൂപ്പിൽ ചാമ്പ്യന്മാരായിട്ടാണ് അടുത്ത ക്വാർട്ടറിൽ പോണത്. തീർച്ചയായിട്ടും. ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. ഇദ്ദേഹത്തിന്റെ മോൻ ഇന്ത്യൻ ടീമിൽ കളിക്കുകയാണ്. ഇന്ത്യൻ ടീമിലാണ്. അതാണ് ശ്രീകുട്ടായി. അതാണ് ഈ മറ്റേ കേരള ബ്ലാക്കേഴ്സിന് വേണ്ടി ഇപ്പം ഇടയ്ക്ക് ഇറങ്ങി കളിച്ച് ഒരു ഗോൾ ഇട്ടത് ഇദ്ദേഹത്തിൻ്റെ മോനാണ്. അതിന് നമുക്ക് ഇത്തിരി കൂടെ സന്തോഷമുണ്ട്. നമ്മൾ ഇതിൻ്റെ പ്രാന്തന്മാരാണ്. കാരണം ആദ്യമായിട്ട് ഈ കേരളത്തിൽ ത്രീസ് ഉണ്ടായത് ചെങ്കച്ചുള്ളയിൽ നിന്നാണ്. അത് 3 പേര് വെച്ച്, പിന്നെ അതിനെ റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി 5 പേരെ വെച്ച് കളിച്ച് വളർന്ന സ്ഥലമാണ് ഇവിടെ. ചുള്ളയ്ക്കകത്ത് കളിക്കാത്ത ഇനി ആരുമില്ല. എല്ലാം കൊച്ചു തൊട്ട് വലിയ ആൾക്കാർ വരെ കളിച്ച് ഞങ്ങൾ സ്വന്തമായിട്ട് മോഡൽ സ്കൂളിൽ വരെ ഗ്രൗണ്ട് വാങ്ങിച്ച് ഞങ്ങൾക്ക് വേണ്ടി. ഞങ്ങൾ ഹാപ്പി. എന്തായാലും ലോകത്തിലെ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് വലിയ ആവേശത്തിലാണ്. പ്രത്യേകിച്ച് അർജന്റീനയെ ആരാധിക്കുന്ന, മെസ്സിയെ ആരാധിക്കുന്നവർക്കെല്ലാം തന്നെ വലിയ ആവേശമാണ്, ആഹ്ലാദമാണ് ഈ 3 ഹാട്രിക് ഗോളുകളും. അതുകൊണ്ട് തന്നെ വലിയ ആവേശ പ്രകടനങ്ങളും ആഹ്ലാദ പ്രകടനങ്ങളും എല്ലാം തന്നെ ലോകത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്തെ ചെങ്കൽച്ചൂള കോളനിയെ സംബന്ധിച്ച് അവർ സ്പോർട്സുകളെയെല്ലാം തന്നെ, കായിക ഇനങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ആരാധിക്കുന്നവരാണ്, നെഞ്ചിലേറ്റുന്നവരാണ്. പ്രത്യേകിച്ച് ഫുട്ബോൾ പോലുള്ള കായിക ഇനങ്ങളെയെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം ഉൾപ്പെടെ വലിയ ആഹ്ലാദ പ്രകടനമായിരിക്കും തലസ്ഥാനത്ത് നടക്കുക എന്നാണ് ഇവർ നമ്മളോട് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.